വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹ പൂന്തോട്ടത്തിലെ കൂട്ടുകാരെ, സാഹിത്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾക്ക് വർണ്ണം നൽകുന്ന ഈ മഹനീയ വേദിയിൽ നമുക്കും വിജയിക്കാം എന്ന ആശയത്തിൽ ഞാൻ ഒരു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് ആട്ടിടയന്റെ പ്രയാണം. ചരിത്രത്തിൽ എല്ലാ പ്രവാചകന്മാരും ആട്ടിടയന്മാരായിട്ടുണ്ട്. ആട്ടിൻപറ്റത്തെ മേച്ചടവ് സമൂഹത്തെ സൽവരിലാക്കാൻ പഠിപ്പിച്ചത് അന്ത്യപ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആടുകളെ മേച്ചിട്ടുണ്ട്. ഇതാ ഒരു ആട്ടിടയന്റെ മനോഹരമായ സംഭവത്തിലേക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉറ്റ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു വലിയ മലഞ്ചെരിവിലൂടെ നടന്നു പോവുകയായിരുന്നു. വഴിയരികിൽ അല്പമകലെ ഒരു വലിയൊരു ആട്ടുകൂട്ടത്തെയും അതിനെ മേക്കുന്ന ഒരു ആട്ടിനെയും അവർ കണ്ടു. പാറക്കൂട്ടങ്ങളിടയിലൂടെ നടന്നു നീങ്ങിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹമുണ്ടായിരുന്നു. ആട്ടിടയൻ അരികിലെത്തിയതും ഈ ആടുകളിൽ നിന്ന് കുടിക്കാൻ അല്പം പാൽ നൽകുമോ എന്ന് ഇരുവരും ചോദിച്ചു. ആട്ടിടയൻ പറഞ്ഞു, ഞാനൊരു വിശ്വസ്തനായ ഒരു ഇടയനാണ്. എൻ്റെ യജമാന്റെ സമ്മതമില്ലാതെ ഈ ആടുകളിൽ നിന്ന് എനിക്ക് കുടിക്കാൻ പാൽ നൽകാനാവില്ല. ഉത്ബത്ത് ബിനു അബീ മുആദിന്റെ ആടുകളായിരുന്നു അത്. ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കൂട്ടത്തിൽ പ്രസവിക്കാത്തതോ കറവ് പറ്റിയതുമായ ആടുകളുണ്ടോ? അതെ, ഉണ്ട്. കൂട്ടത്തിൽ നിന്നും ഒന്നോ രണ്ടെണ്ണത്തെയോ ആട്ടിടയൻ കാണിച്ചു കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് ഒരെണ്ണത്തെ പിടിച്ചു. അള്ളാഹുവിന്റെ നാമം മുരവിട്ട് അതിന്റെ അകുടിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ ആട്ടിടയൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് അത്ഭുതം, അത്യത്ഭുതം! വറ്റി കിടന്ന ആടിന്റെ അകുട് മറ്റുള്ളതിനേക്കാൾ മനോഹരമായി നിറഞ്ഞു നിൽക്കുന്നു. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാത്രത്തിലേക്ക് ആ പാൽ കറന്നെടുത്തു. ശേഷം രണ്ടുപേരും മതിവോളം കുടിക്കുകയോ ബാക്കിയുള്ളത് ആട്ടിടയന് കുടിക്കാൻ നൽകുകയും ചെയ്തു. ആട്ടിടയന്റെ മനസ്സിൽ മുത്തുനബിയോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം അത് തീരത്തെ ചുംബിക്കുന്ന തിരമാലകളെ പോലെ വാരിപ്പുണർന്നപ്പോൾ ഏറെ ഐശ്വര്യത്തോടെ ആട്ടിടയൻ ആ പാൽ വാങ്ങി കുടിച്ചു. മുത്തുനബി തങ്ങൾ ഒരുവിധം ദിവ്യവചനങ്ങളും അതിനുശേഷമുണ്ടായ ഈ അത്യത്ഭുതവും ആട്ടിടയന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ആട്ടിടയൻ മുത്തുനബിയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഒരുവിധം ആ ദിവ്യവചനങ്ങൾ എനിക്കും പഠിപ്പിച്ചു തരാമോ? ഏറെ പുഞ്ചിരിയോടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ തല തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആട്ടിൻകൂട്ടത്തിങ്ങളെ ഏറ്റവും വേഗത്തിൽ വെച്ച് നടന്ന ആട്ടിടയൻ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് വാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരനുമായ നിരവധി ഉടമകൾക്ക് അടിമയായി തീർന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോചിതത്തെ നേരിട്ട് കണ്ടറിഞ്ഞ സഹാബിയായി മാറിയ ആട്ടിടയന്റെ പ്രയാണം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.